മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 തിങ്കൾ. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ അറിയിപ്പ്: കോവിഡ് വീണ്ടും വരുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പുതിയ തരംഗം ജാഗ്രതയിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം വിവിധ രാജ്യങ്ങളിൽ വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് പ്രധാനമായി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത്. ഹോങ്കോങ്, സിംഗപ്പൂർ, ചൈന, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിലാണ് കോവിഡ് വ്യാപിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സിംഗപ്പൂർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേസുകൾ എണ്ണത്തിൽ 28% വർധനവ് ഉണ്ടായിട്ടുണ്ട്. മെയ് 3 വരെ 14,200 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏഷ്യയിലുടനീളം പടരുന്ന വൈറസിന്റെ പുതിയ തരംഗമാണ് ഇതിനെ വിലയിരുത്തുന്നത്. ചൈനയിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് കോവിഡ് കേസുകൾ ഗണ്യമായി ഉയർന്നിരുന്നു. നിലവിൽ ഇതിനോട് അടുക്കുകയാണ് കോവിഡ് കേസുകൾ. തായ്ലാൻഡിൽ ഏപ്രിൽ മുതലാണ് കോവിഡ് കേസുകൾ ഉയർന്നു തുടങ്ങിയത്. ഹോങ്കോങ്ങിൽ കോവിഡിന്റെ പുതിയ തരംഗം അനുഭവപ്പെടുന്നുണ്ടെന്ന് ആരോഗ്യ വ്യവസ്ഥ സ്ഥിരീകരിച്ചു. പരിശോധനയിൽ മാർച്ചിൽ 1.7% നിന്ന് 11.4%-മായാണ് കോവിഡ് കേസുകൾ ഉയർന്നത്. ഹോങ്കോങ്ങിൽ 81 ഗുരുതരമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ഫലമായി 30 പേർ മരിച്ചു. അവരിൽ ഭൂരിഭാഗവും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായ വ്യക്തികളായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മെയ് തുടക്കത്തിൽ സിംഗപ്പൂരിൽ കോവിഡ് കേസുകൾ 28% വർധനവുണ്ടായി. ആഴ്ച തോറുമുള്ള അണുബാധകൾ 14,200 വർദ്ധിച്ചു. ദിവസേനയുള്ള ആശുപത്രിവാസം ഏകദേശം 30% വർദ്ധിച്ചു. നിലവിൽ അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കു സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദികരകൾ, അണക്കെട്ടുകൾ, കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത കണ്ട് മാറി താമസിക്കേണ്ടതാണ്. സ്കൂൾ തുറപ്പ് അടുത്തതോടെ തയ്യൽ തൊഴിലാളികളും തിരക്കിലായി. രാവും പകലും തുന്നിയിട്ടും യൂണിഫോമുകളുടെ ഓർഡർ തീർക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് പല തയ്യൽക്കാരും. സ്കൂൾ സീസൺ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാനുള്ള ഏക പോംവഴിയായതിനാൽ ഉറക്കമൊഴിച്ച് ജോലിയിൽ മുഴുകുന്നവരേറെയാണ്. ദിനം പ്രതി നിരവധി രക്ഷകർത്താക്കളും കുട്ടികളുമാണ് യൂണിഫോം തുണിയുമായി എത്തുന്നത്. പുതിയതായി 2 ജോഡിയെങ്കിലും ഓരോ കുട്ടിക്കും വാങ്ങണം. ഓരോ സ്കൂളിനും യൂണിഫോം വ്യത്യസ്തമാണെന്നതിനാൽ റെഡിമെയ്ഡ് വിപണിയിൽ നിന്നുള്ള വാങ്ങലും സാധ്യമല്ല. കടകളിൽ നിന്ന് തുണി വാങ്ങി തയ്യൽക്കാരെ ഏൽപ്പിക്കുകയാണ് മാതാപിതാക്കൾ. മറ്റ് തയ്യൽ ജോലികൾ താൽക്കാലികമായി നിർത്തി യൂണിഫോം തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രത്യേക ബോർഡ് തൂക്കിയവരുമുണ്ട്. സ്വകാര്യ സ്കൂളുകൾ മൊത്തമായി യൂണിഫോം വാങ്ങി കുട്ടികളുടെ അളവെടുത്ത ശേഷം ഏതെങ്കിലും ഒരു തയ്യൽക്കാരനെ ഏൽപ്പിക്കുകയാണ്. 1000-ലേറെ കുട്ടികൾ പഠിക്കുന്ന 1-ലേറെ സ്കൂളുകളുടെ കരാർ എടുത്ത തയ്യൽക്കാരുണ്ട്. ദിവസക്കൂലികൾക്ക് ജോലിക്കാരെ നിർത്തിയിട്ടാണ് ഇവർ നിശ്ചിത സമയത്ത് ജോലി തീർക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർഡർ നൽകിയ പലർക്കും ജൂൺ പകുതിയോടെ മാത്രമേ യൂണിഫോം ലഭിക്കുകയുള്ളൂ. യൂണിഫോം തുണികൾക്ക് 15%-ൽ മേൽ ഇക്കുറി വില കൂടി. തയ്യൽ കൂലിയും വർദ്ധിച്ചു. കൂലി ഇങ്ങനെ: ഷർട്ട് 230-280 രൂപ വരെ, പാൻസ് 360 മുതൽ 420 വരെ. 40 വർഷമായി തയ്യൽ രംഗത്തുണ്ട്. സ്കൂൾ സീസൺ സമയങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ധാരാളം യൂണിഫോമുകൾ തയ്ക്കാനായി എത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.